ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോടുകൂടെ ആയിരിക്കാൻ കർത്താവൊരുക്കിയ ഈ രണ്ടാമത്തെ ഭാഗ്യകരമായ അവസ്ഥയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഒരു ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെയുള്ള ദൈവജനം രണ്ടാം അധ്യായം വായിച്ച് ധ്യാനിച്ച് അതിൽ നിന്നുള്ള ചിന്തകൾ, നല്ല ചിന്തകൾ പരിചയസമ്പന്നരായ ആളുകൾ പങ്കുവെച്ച് കഴിഞ്ഞതാണ്. എന്നാൽ ഒരു പ്രാവശ്യം കൂടെ ചിന്തിക്കുവാനായിട്ട് ദൈവം നമുക്ക് തന്ന ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ടാം അധ്യായത്തിലെ പ്രധാന വിഷയങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും രണ്ടാം അധ്യായത്തെ ഒന്ന് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഔട്ട്ലൈൻ തിരിക്കുന്നത് ഒരു പുസ്തകമാണെങ്കിലും ഒരു അധ്യായമാണെങ്കിലും അതിനെ മനസ്സിലാക്കുവാനായിട്ട് എളുപ്പമുള്ളൊരു മാർഗമാണ്. അതുകൊണ്ട് നമുക്ക് ഈ അധ്യായത്തെ മൂന്നായിട്ട് തിരിക്കാം. മൂന്നായിട്ട് തിരിക്കുമ്പോൾ അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാകും. പിന്നുള്ളതെല്ലാം വിശദീകരണങ്ങളാണ്. രണ്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വസ്തുതകൾ കേട്ടറിയുന്ന നെഹമ്യാവിനെയാണ് കാണുന്നത്. വസ്തുതകൾ കേട്ട് അറിയുന്ന നെഹമ്യാവ്. 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വസ്തുതകൾ കണ്ടറിയുന്ന നെഹമ്യാവ്. 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വസ്തുതകൾ കണ്ടറിയുന്ന നെഹമ്യാവ്. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാര്യങ്ങൾ സാധ്യമാക്കുന്ന നെഹമ്യാവ്, അല്ലെങ്കിൽ കാര്യങ്ങൾ സാധ്യമാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന നെഹമ്യാവ്. ഈ 3 ആശയത്തിൽ ഈ അധ്യായം ചിന്തിച്ചാൽ വളരെ എളുപ്പമായിട്ട് ഈ അധ്യായത്തെ മനസ്സിലാകും. ഒന്നുകൂടെ ഞാൻ പറയാം. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കാര്യങ്ങളെ കേട്ടറിയുന്ന നെഹമ്യാവിനെയാണ് നാം കാണുന്നത്. 1-ാം അധ്യായം പഠിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ, അവിടുത്തെ വസ്തുതകൾ, അതെല്ലാം കേട്ട് താൻ അറിയുന്നു. ഒരുപക്ഷെ ഈ ആശയം 1-ാം അധ്യായത്തിലും ഉണ്ടായിരുന്നു. അതിൻ്റെ 2-ാം ഭാഗമായ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടറിയുന്ന വസ്തുതകളും കാര്യങ്ങളും അറിയുന്ന നെഹമ്യാവിനെയാണ് നാം കാണുന്നത്. 3-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ എന്താ കാണുന്നത്? കണ്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ച് ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. 2 പണികളാണ് അവിടെ നടക്കേണ്ടുന്നത്. മതിലും പണിയണം, വാതിലുകളും പണിയണം. ഇത് രണ്ടുമാണ് പണികൾ. ഇതിനു വേണ്ടി ജനത്തെ പ്രോത്സാഹിപ്പിക്കുക. ഈ 3 ആശയങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. നമുക്ക് ഈ 3 ആശയങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അധ്യായം പഠിക്കാം. ഒന്നാമത്തെ നമ്മൾ കണ്ടത് കാര്യങ്ങളൊക്കെ നെഹമ്യാവ് കേട്ട് അറിയുകയാണ്. 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? അർത്തശ്ശഷ്ടാ രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിൻ്റെ മുമ്പാകെ ഇരുന്ന വീഞ്ഞ് എടുത്ത് അവന് കൊടുത്തു. അതാണ് സന്ദർഭമായിട്ട് കാണാൻ കഴിയുന്നത്. 1-ാം അധ്യായത്തിൽ ഇതേ വിഷയമായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ശൂശൻ രാജധാനിയിലാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അവിടെ തന്നെ താൻ കഴിയുകയാണ്. യഹൂദയിൽ തിരിച്ചെത്തിയിട്ടില്ല. ശൂശൻ രാജധാനിയിൽ താൻ ഇരിക്കുന്നു. എന്നാൽ അവിടെ ആദ്യത്തെ വാക്യം, അതായത് 1-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അർത്തശ്ശഷ്ടാ രാജാവിൻ്റെ 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ എന്നാണ് നമ്മൾ വായിച്ചത്. ഇവിടെ വരുമ്പോഴോ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ.
കിസ്ലേവ് മാസം എന്ന് പറയുന്നത് 9-ാം മാസമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു, 9-ാം മാസമാണ്. നിസാൻ മാസം എന്ന് പറയുന്നത് 1-ാം മാസമാണ്. അതായത് ഒരു വർഷം തുടങ്ങുന്നത് ഇസ്രായേൽ ജനത്തിന്, പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിന് ഒരു വർഷം അവരുടെ ആരംഭിക്കുന്നത് നിസാൻ മാസത്തിലാണ്. അപ്പോൾ നെഹമ്യാവ് എന്താ ഇങ്ങനെ പറയാൻ കാര്യം? 9-ാം മാസം 1-ാം മാസം വരെ ആകുമ്പോഴത്തേന് 21-ാം ആണ്ടെന്ന് പറയണ്ടേ? അതിൻ്റെ കാരണം നെഹമ്യാവ് പറയുന്നത് പേർഷ്യൻ കലണ്ടറാണ്. ഏത് കലണ്ടറാ? പേർഷ്യൻ കലണ്ടറാ. നമ്മളിപ്പോൾ വായിച്ച ഈ മാസങ്ങൾ യഹൂദന്മാർക്ക് വേണ്ടി പറയുന്നത് കൊണ്ട് അത് ആരുടെ മാസമാണ്? യഹൂദന്മാരുടെ മാസമാണ്. അതായത് ആ വർഷം അവസാനിക്കുമ്പോൾ, 20-ാം വർഷം അവസാനിക്കുമ്പോൾ യഹൂദന്മാരുടെ കണക്കനുസരിച്ച് ആദാർ മാസവും നീസാൻ മാസവും രണ്ടും വരും. ആ വർഷം അവസാനിക്കുമ്പോൾ ഏതൊക്കെ വരും? ആദാർ മാസവും നീസാൻ മാസവും വരും. അതുകൊണ്ടാണ് നീസാൻ മാസം എന്ന് 2-ാം അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വർഷത്തിൻ്റെ ഒടുക്കം അടുത്ത തുടങ്ങാനായിട്ട് പോകുന്നു. കലണ്ടറിൽ വ്യത്യാസമുണ്ട്, മലയാളം ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം പോലെ. അങ്ങനെയാണെങ്കിൽ 9 മുതൽ 12 വരെ എത്ര മാസമുണ്ട്? 4 മാസത്തെ കാലയളവ്. 9, 10, 11, 12 4 മാസത്തെ വ്യത്യാസത്തിലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഏതൊക്കെ സംഭവിക്കുന്നത്? 1-ാം അധ്യായവും 2-ാം അധ്യായവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 4 മാസത്തെ വ്യത്യാസമുണ്ട്. ഈ 4 മാസം നെഹമ്യാവിനെ നമ്മൾ കാണുന്നത് കാര്യങ്ങൾ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുക. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, സഹോദരന്മാർ വന്ന് ചോദിച്ചറിഞ്ഞു. അത് തുടരുകയാണ്. എന്തൊക്കെയാണ് താൻ ഈ 4 മാസം കൊണ്ട് ചെയ്തത്? ഈ 4 മാസം താൻ രാജധാനിയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. നമ്മൾ അങ്ങനെ അത് വായിക്കുന്നുണ്ട്. എന്നാൽ താൻ ഉപേക്ഷിക്കാതെ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. കാരണം ഈ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ അധ്യായം മുഴുവൻ ചിന്തിക്കണമല്ലോ. 8 വരെയുള്ള വാക്യങ്ങളിൽ നെഹമ്യാവ് ഉപേക്ഷിക്കാതെ ചെയ്ത കാര്യങ്ങൾ. ഒന്ന്, നെഹമ്യാവ് ചെയ്തത് പ്രാർത്ഥന ഉപേക്ഷിച്ചില്ല. നമ്മളതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ആ മാസമാണ്. എന്നാൽ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ്? ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്, അതായത് നെഹമ്യാവിൻ്റെ മുഖം വാടിയിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ രാജാവ് അത് ആരാഞ്ഞന്വേഷിച്ചു. നെഹമ്യാവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് നെഹമ്യാവിനെ തൻ്റെ ആഗ്രഹത്തിന് വേണ്ടി വിടാനായിട്ട് ചോദിക്കുമ്പോൾ നെഹമ്യാവ് ഉടനെ പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നെഹമ്യാവ് ഈ 4 മാസം എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ താനൊരിക്കലും പ്രാർത്ഥന ഉപേക്ഷിക്കാതെ ജീവിച്ചു. യഹോവയ്ക്കായി കാത്തിരിക്കുന്നതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. 4 മാസം യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ഒരു പാഠം നാം പഠിക്കുന്നത് എന്താ? ഒരു വിഷയത്തിന് വേണ്ടി എത്ര നാളാണെങ്കിലും നമ്മുടെ കാര്യം, ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം എന്താ? ദൈവത്തിനായിട്ട് കാത്തിരിക്കുക എന്നാണ്. ദൈവം തരുന്ന സമയം നമുക്കറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിനായിട്ട് കാത്തിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചു, മടുത്തു പോകാതെ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പൗലോസും അത് തന്നെ ഇടവിടാതെ പ്രാർത്ഥിക്കണം. മടുത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു മടുക്കരുത്. ഇനി രണ്ടാമത് നെഹമ്യാവ് ഉപേക്ഷിക്കാതിരുന്ന 2-ാമത്തെ കാര്യം, നെഹമ്യാവ് തൻ്റെ ഉള്ളിലെ ദുഃഖം ഉപേക്ഷിച്ചില്ല. എൻ്റെ ഉള്ളിലെ ദുഃഖം ഉപേക്ഷിച്ചില്ല. 4 മാസം കൊണ്ട് ഒരുപക്ഷെ ഏത് മനുഷ്യനും അതൊക്കെ ഉപേക്ഷിച്ച് കളയാം. ഇല്ലേ? കളയത്തില്ലേ? ഈ 4 മാസം നെഹമ്യാവിൻ്റെ ഹൃദയം മുഴുവൻ തൻ്റെ ആലയത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് രാജധാനിയിൽ താൻ വരുമ്പോഴും എങ്ങനെ വരുന്നത്? നമ്മൾ 2 ഫ്രൈസ് അവിടെ വായിക്കുന്നു. 1-ാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ കുണ്ഠിതനായിരുന്നു. 2-ാം വാക്യത്തിൽ എങ്ങനെ വായിക്കുന്നത്? അവൻ്റെ മുഖം
വാടിയിരുന്നു. ഇത് രണ്ടും കാണിക്കുന്നത് നിരന്തരമായ ഒരു ദുഃഖം. നെഹമ്യാവ് എടുത്ത വിഷയം തൻ്റെ ദേവാലയത്തെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചുമാണെങ്കിൽ അതൊരു ഭാരമായിട്ട് തൻ്റെ ഹൃദയത്തിൽ തുടർന്നുകൊണ്ടിരുന്നു. അതൊരിക്കലും ഉപേക്ഷിച്ചില്ല. രാജകൊട്ടാരത്തിൽ ചെല്ലുമ്പോഴും ആ ദുഃഖം കൊണ്ടാണ് ചെല്ലുന്നത്. പഴയ നിയമകാലങ്ങളിൽ സാമ്രാജ്യവും സാമ്രാട്ടുകളും ഒക്കെ ദാസന്മാരെ കൊണ്ടുവന്ന് അവരുടെ കൊട്ടാരങ്ങളിൽ താമസിപ്പിക്കും, ഷണ്ണന്മാരാക്കി. രാജാവിന് ഒരു നിർബന്ധമുള്ളത്, ഈ ആളുകൾ ദുഃഖിച്ചിരിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഇവരെ ഷണ്ണന്മാരാക്കുന്നത്. കാരണം മറ്റു ജീവിത ചിന്തകളൊന്നും ഇവർക്കില്ല, മറ്റൊരു ചിന്തയും അവർക്കില്ല. ആകെയുള്ള ചിന്തയെന്ന് പറഞ്ഞാൽ രാജാവിനെ സേവിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അവരുടെ മുഖം വാടിയിരുന്നാൽ ഒരുപക്ഷെ അവർക്ക് ഡെത്ത് സെന്റൻസ്, മരണം ഒരുപക്ഷെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ആത്മാർത്ഥമായ ദൈവവൈതലിന് അവൻ ഏത് വിഷയത്തിനു വേണ്ടി ഭാരപ്പെടുന്നുവോ ആ ഭാരം എപ്പോഴും ഹൃദയത്തിൽ ഇരിക്കും. ഒരു ഉദാഹരണം ഞാൻ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം 9-ാം അധ്യായം തുടങ്ങുന്നത് അദ്ദേഹത്തിന് തൻ്റെ ജനത്തോടുള്ള ആ വാത്സല്യവും സ്നേഹവുമാണ് വിഷയം. നമുക്കതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാൻ. റോമാലേഖനം 9-ാം അധ്യായം 2-ാം വാക്യം. അവിടെ താൻ പറയുന്നൊരു വിഷയം ഈ നെഹമ്യാവിനോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 9-ാം അധ്യായം 2-ാമത്തെ വാക്യം. മതി ആൻറ്റി. 2-ാം വാക്യത്തിൽ എന്താ പൗലോസ് പറഞ്ഞത്? എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട്. എന്തിനു വേണ്ടി? ആ 3-ാം വാക്യം ആദ്യത്തെ ഭാഗം നോക്കിയേ. എൻ്റെ ചാർച്ചക്കാരായ സഹോദരന്മാർക്ക് വേണ്ടി. പൗലോസിന്റെ ദുഃഖം ആർക്ക് വേണ്ടിയുള്ളതാ? ജഡപ്രകാരം തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയാണ് ആ ദുഃഖം. കാരണം അവരാരും മാനസാന്തരപ്പെട്ടിട്ടില്ല, അതാ ദുഃഖം. ഇനി താഴോട്ട് നമുക്ക് സമയമില്ലല്ലോ. താഴോട്ട് പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ ക്രിസ്തുവിനെ വേർപെട്ട് ശാപഗ്രസ്തനായിരിക്കാനും ഞാൻ തയ്യാറാണ്, നരകത്തിൽ പോകാനും ഞാൻ തയ്യാറാണ്. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. നടക്കുമോ? മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് നരകത്തിൽ പോകാൻ പറ്റുമോ? രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് നരകത്തിൽ പോകാൻ പറ്റുമോ? പറ്റുകയില്ല. പക്ഷെ അവിടെ എന്താ പറയുന്നതിനാശയം? പൗലോസ് പറയുന്നത് സഹോദരന്മാർക്ക് വേണ്ടിയുള്ള ആ നോവാണ്. എത്ര നാള് പൗലോസ് കൊണ്ട് നടന്നു കാണും? ന്യായമായിട്ട് ചിന്തിച്ച് എത്ര നാൾ കൊണ്ട് നടന്നു? അവർ രക്ഷിക്കപ്പെടുന്നത് വരെ, അവർ മാനസാന്തരപ്പെടുന്നത് വരെ ആ ദുഃഖം ഹൃദയത്തിൽ കൊണ്ടു നടന്നു. ഇടവിടാതെ അത് നോവിച്ചുകൊണ്ടിരിക്കും. ഹൃദയത്തിൽ ആഴമായ ദുഃഖമായിട്ടിരുന്നു. നെഹമ്യാവിൻ്റെ ഹൃദയവും അങ്ങനെ തന്നെ. ചാർച്ചക്കാർക്ക് വേണ്ടിയുള്ള ദുഃഖം. ആ ദുഃഖം താൻ 4 മാസമായിട്ട് ഉപേക്ഷിച്ചില്ല. രാജധാനി തൻ്റെ ദുഃഖത്തെ കുറച്ചു കൊടുത്തില്ല. തൻ്റെ ജോലി ദുഃഖത്തെ കുറച്ചു കൊടുത്തില്ല. ഔദ്യോഗികമായ സ്ഥാനങ്ങളൊന്നും ദൈവജനത്തിന് വേണ്ടിയുള്ള എരിവിനെ ഇല്ലാതാക്കി കളഞ്ഞില്ല. അതാണ് നാം അവിടെ വായിക്കുന്നത്. ഇനി താൻ ഉപേക്ഷിക്കാതിരുന്ന 3-ാമത്തെ കാര്യം, ധൈര്യം താൻ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. ധൈര്യം. അതാ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു, രാജകൊട്ടാരത്തിൽ അങ്ങനെ വരിക എന്ന് പറയുന്നത് സാധാരണമായ ഒരു വിഷയമല്ല. അതാണ് ധൈര്യമെന്ന് പറയുന്നത്. ഇനി ആ ധൈര്യത്തിന് അടുത്ത പടി കാണുന്നത്, രാജാവ് ചോദിക്കുക, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്നാ? നിന്റെ മുഖം വാടിയിരിക്കുന്നത് അത് എന്താ? അതിന് മറുപടി പറയും. കൃത്യമായ മറുപടി പറഞ്ഞു. അതാണ് നെഹമ്യാവിൻ്റെ ധൈര്യം. ഇനി 4-ാമത്തെ കാര്യം, അദ്ദേഹം ഉപേക്ഷിക്കാതിരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഹൃദയത്തിലൂടെ നടക്കുമ്പോഴും ബഹുമാനവും ആദരവും താൻ ഉപേക്ഷിച്ചില്ല. 3-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും അദ്ദേഹം പറയുന്ന വാക്ക്, രാജാവ് ദീർഘായുസോടിരിക്കട്ടെ. 3-ാം വാക്യം, രാജാവ് ദീർഘായുസോടിരിക്കട്ടെ. 5-ാം വാക്യത്തിൽ 7-ാം വാക്യത്തിൽ രാജാവിന് തിരുവുള്ളമുണ്ടായി. ഇതൊക്കെ ആര് പറയുന്ന വാക്കുകളാ? ഒരു കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഭൃത്യന്മാര് പറയുന്ന വാക്കുകളാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, നെഹമ്യാവ് ഈ ഉത്തരവാദിത്തങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, അതൊന്നും ഉപേക്ഷിക്കുന്നില്ല. എല്ലാ ഉത്തരവാദിത്തങ്ങളോടുകൂടെ തന്നെയാണ് ദൈവത്തിന് വേണ്ടി എരിയുന്നത്.
താൻ എന്തൊക്കെ ഭൂമിയിൽ ചെയ്യണമോ. ഇനി 5-ാം വാക്യത്തിൽ താൻ തന്നെത്താൻ എന്നാ പറയുന്നത്? അടിയൻ. രാജാവിനോട് പറയാണ് അടിയൻ. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ പലവിധ വിഷയങ്ങളുണ്ടെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തന്നെ ജീവിക്കണം. അതൊന്നും മറന്നു പോകേണ്ട പാടില്ല. നെഹമ്യാവ് അത് മറന്നില്ല. 5-ാമത്തത്, നെഹമ്യാവ് യെരൂശലേമിനെ ഉപേക്ഷിച്ചില്ല. അദ്ദേഹം എന്തിനു ഉപേക്ഷിച്ചില്ല? യെരൂശലേമിനെ ഉപേക്ഷിച്ചില്ല. രാജാവ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം 3-ാം വാക്യത്തിലുണ്ട്. 3-ാം വാക്യത്തിന്റെ നടുഭാഗത്തോട്ട് വന്നേ. 3-ാം വാക്യത്തിന്റെ നടുഭാഗത്ത് പറയുന്നത്, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടും വെന്ത് കിടക്കെ. അത് യെരൂശലേമിനെ കുറിച്ച് പറയുകയാണ്. എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം. അതേത് പട്ടണമാണ്? അതാണ് യെരൂശലേം പട്ടണം. ആ പട്ടണം ശൂന്യമായിട്ട് കിടക്കുന്നു. അടുത്തത്, ആ പട്ടണം വെന്ത് കിടക്കുന്നു. ഒരു ആവറേജ് യഹൂദന് അദ്ദേഹം ഒരിക്കലും മറക്കുകയല്ലാത്തൊരു കാര്യമാണ് യെരൂശലേമിനെ മറക്കുകയില്ല. യെരൂശലേമിനെ മറക്കുകയില്ല. കാരണം എന്താ? യെരൂശലേം എന്ന് പറയുന്നത് ദൈവം ഭൂമിയിൽ തിരഞ്ഞെടുത്ത അവരുടെ പുണ്യസ്ഥലമാണ്, വിശുദ്ധ സ്ഥലമാണ്. ദൈവം ഭൂമിയിൽ തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ആ സ്ഥലത്തെ മറക്കുക എന്ന് പറയുന്നത് ആർക്ക് സാധ്യമല്ല? ഒരു യഹൂദന് സാധ്യമല്ല. അതുകൊണ്ട് അവർ ലോകത്തിന് എവിടെ പോയാലും യെരൂശലേമിലേക്കുള്ള വാതിൽ തുറന്നിട്ട് എന്ത് ചെയ്യും? അവർ പ്രാർത്ഥിക്കും. ദാനിയേലിനെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. അതാണ് അവന്റെ യഹൂദന് യെരൂശലേം എന്ന് പറയുന്ന അതിനോടുള്ള ആ ആത്മാർത്ഥത എന്ന് പറയുന്നത്. അപ്പൊ രാജാവിനോട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. എന്താ പറയുന്നത്? ഞങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള സ്ഥലം. ആ സ്ഥലം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലത്തോടുള്ള എരിവ് അദ്ദേഹം ഉപേക്ഷിച്ചില്ല. ഇനി 6-ാമത്തെ കാര്യം, അവസരം ഉപേക്ഷിച്ചില്ല. ഈ 4 മാസം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന ഒരു അവസരത്തിന് വേണ്ടിയാ. 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 5-ാമത്തെ വാക്യം, 2-ാമത്തെ 5-ാം വാക്യം. കേട്ടോ, അദ്ദേഹം അവസരം നോക്കിയിരുന്നത് പോലല്ലേ അത്? രാജാവ് ചോദിച്ചതും അദ്ദേഹം പറയണേ, എന്നെ ഒന്ന് അയക്കണം. 6-ാം വാക്യം, സമയം പോവാണ്. 6-ാം വാക്യം വായിക്കുന്നത്, എനിക്ക് സമയം തരണം. സമയത്തിന് വേണ്ടി, സമയം എന്ന അവസരത്തിന് വേണ്ടി ചോദിച്ചു. ഇനി 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സഹായം ചോദിക്കുക. എന്താ സഹായം? രാജാവിന് തിരുവുള്ളമുണ്ടായി, ഞാൻ യഹൂദയിൽ എത്തും വരെ നദിക്കക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് എന്ത്? ഒരു കത്ത്. അപ്പൊ എന്തൊക്കെയാണ് താൻ ഉപേക്ഷിക്കാതിരുന്നത്? അവസരം, അങ്ങോട്ട് പോകാനുള്ളൊരു അവസരം, സമയം, സഹായം. നെഹമ്യാവ് അവസരങ്ങളെ ഒന്നും എന്ത് ചെയ്തില്ല? പാഴാക്കി കളഞ്ഞില്ല. ഇനി ഏഴാമത്തെ കാര്യം, താൻ ഉപേക്ഷിക്കാതിരുന്ന 7-ാമത്തെ കാര്യം, ഉത്തരവാദിത്വം ഉപേക്ഷിച്ചില്ല. 3-ാമത്തെ 1-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്, ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന വീഞ്ഞ് എടുത്ത് അവന് കൊടുത്തു. അത് കാണിക്കുന്നത് ഈ റൊട്ടീൻ അനുസരിച്ചാണ് അന്നത്തെ ആളുകൾ രാജാക്കന്മാരുടെ മുമ്പിൽ ജോലിക്കായിട്ട് ചെല്ലുന്നത്. നെഹമ്യാവ് വീഞ്ഞ് ഉണ്ടാക്കുന്ന മനുഷ്യനല്ല. നെഹമ്യാവിന്റെ പണി എന്താ? ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്ന വീഞ്ഞ് എടുത്ത് രാജാവിന് കുടിക്കാൻ കൊടുക്കുന്നതാണ് നെഹമ്യാവിന്റെ ജോലി. അതുകൊണ്ട് തീർന്നൊന്നും ചിന്തിക്കരുത്. നെഹമ്യാവിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട, അതായത് 1-ന്റെ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞ പാനപാത്രവാഹകനാണ്. അങ്ങനെയുള്ളവരുടെ ജോലി എന്താണെന്നറിയാവോ? അവരാദ്യം രാജാവിന്റെ മുമ്പിൽ കുടിക്കണം. ഒരു പോർഷൻ എടുത്ത് രാജാവിന് കൊടുക്കുന്ന ആ കപ്പിലെ ഒരു പോർഷൻ രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആര് കുടിക്കണം? പാനപാത്രവാഹകൻ കുടിക്കണം.
കുടിക്കുന്ന ഈ പാനപാത്രവാഹകന് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ രാജാവ് അത് കുടിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ടെന്നിരിക്കുക, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹം രാജാവിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്? ബലിയാടാകുകയാണ്. അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അപ്പൊ ഈ ആളിനൊരു കാര്യമുണ്ട്, രാജാവിനോട് അത്രമാത്രം വിശ്വസ്തതയുണ്ട്. വിശ്വസ്തതയുമുണ്ട്, അടുപ്പമുണ്ട്. നെഹമ്യാവ് തൻ്റെ ഉത്തരവാദിത്വം ഒന്നും ഉപേക്ഷിക്കാന്നാണ് അവിടെ ജീവിച്ചത്. ഭൗതികമായ നിലയിലുള്ള ജോലികൾ ദൈവം നമുക്ക് തന്നത് മറ്റ് കാരണങ്ങളാൽ ഉപേക്ഷിച്ച് കളയുവാനായിട്ടല്ല എന്നൊരു പാഠം നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നു. അത് കൃത്യമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി 8ാമത്തെ കാര്യം, താൻ ഉപേക്ഷിക്കാതിരുന്നത് ദൈവത്തിന് നന്ദി കൊടുക്കുവാനും അദ്ദേഹം മറന്നില്ല. 8ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇതെല്ലാം അനുവദിച്ച ദൈവത്തിന് എന്ത് ചെയ്തു? താന് നന്ദി പറയുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് അത് നന്ദിയുള്ള ഒരു വാചകമാണ്. ദൈവത്തോട് നന്ദിയുള്ളവനായിട്ട് ജീവിച്ചു. അപ്പോൾ നന്ദി താൻ ഉപേക്ഷിച്ചില്ല. അപ്പൊ നെഹമ്യാവ് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് കാര്യങ്ങൾ കേട്ടറിയുകയായിരുന്നു. ഈ കേട്ടറിയുന്ന ഈ കാലഘട്ടത്തിൽ എത്ര മാസമുണ്ട്? 4 മാസം. ആ 4 മാസത്തെ കാലയളവിൽ ചെയ്യേണ്ടുന്ന ഒരു ജോലിയും ഉപേക്ഷിക്കാതെയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞു. ആ കാര്യങ്ങളാണ് നമ്മൾ 3ാം വാക്യത്തിൽ വായിച്ചത്. എന്തൊക്കെ അറിഞ്ഞത്? അദ്ദേഹത്തിന്റെ പിതാക്കന്മാരുടെ കല്ലറയുള്ള സ്ഥലം ശൂന്യമായിട്ട് കിടക്കുന്നു. പിന്നെന്താ താൻ അറിഞ്ഞത്? അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നു. അപ്പൊ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാര്യങ്ങളെല്ലാം നെഹമ്യാവ് കേട്ടറിഞ്ഞു. ഇനി 9 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇനി നെഹമ്യാവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? കാര്യങ്ങൾ കണ്ടറിയുവാനായിട്ട് പോവുകയാണ്. ഉത്തരവാദിത്തം നെഹമ്യാവ് കൂടുതലായിട്ട് എടുക്കുകയാണ്. ആദ്യം താൻ കേട്ടറിഞ്ഞു. വന്ന സഹോദരന്മാരോട് ചോദിച്ചു, കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് അവിടം കൊണ്ട് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. താൻ അടുത്ത് എന്താ ചെയ്യുന്നത്? ഈ കാര്യങ്ങളെല്ലാം കണ്ടറിയണം. ഭാരമുള്ള ഒരു ദൈവദാസന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നെഹമ്യാവ്. അദ്ദേഹം ചെയ്തത് എന്താണ്? 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് താൻ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്. അന്വേഷണം എന്ന ശുശ്രൂഷ. 16 വരെയുള്ള വാക്യങ്ങളിൽ താൻ യെരുശലേമിന്റെ അവസ്ഥ അന്വേഷിച്ചറിയുവാൻ, അവിടുത്തെ മതിലുകളുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ, കാര്യങ്ങൾ കണ്ടറിയുവാനായിട്ട് താൻ പോകുകയാണ്. അതിൻ്റെ പെർമിഷനൊക്കെ കിട്ടി, രാജാവ് അവധിയൊക്കെ കൊടുത്തു, എല്ലാം നേടി താൻ ആ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നതാണ് ഈ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. അദ്ദേഹം ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ്. താൻ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? ഇവിടെ അത് പറയുന്നില്ലെങ്കിലും 5-ാം അധ്യായം 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നെഹമ്യാവ് എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്, ആരായിട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 5-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ചു. ആ 14-ാം വാക്യം അനുസരിച്ച് അദ്ദേഹം ആരായിട്ടാ പോകുന്നത്? നെഹമ്യാവ് ആരായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്? നെഹമ്യാവിന്റെ ഒരു പേര് അവിടെ പറയുന്നുണ്ട്, ഒരു സ്ഥാനപ്പേര്. ദേശാധിപതി. നെഹമ്യാവിന് ലഭിച്ച പെർമിഷൻ, അർത്ഥശ്രേഷ്ഠാവ് ഒന്നാമനന്ദിന് കിട്ടിയ ആ പദവി എന്ന് പറയുന്നത് ദേശാധിപതിയായിട്ടാണ് താൻ പോകുന്നത്. എവിടുത്തെ? യഹൂദാദേശത്തിലെ ദേശാധിപതി. ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചാൽ ദൈവത്തിന്റെ പ്രവർത്തനത്തെ നമുക്ക് കണ്ടുകൊണ്ട് വിശ്വസിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. ദേശാധിപതി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഗവർണർ എന്നാണ് അർത്ഥം. ഗവർണർ.
അതായത് പേർഷ്യൻ രാജ്യത്തിൻ്റെ പ്രവിശ്യകളായിരുന്നു അന്നുണ്ടായിരുന്ന സകലമാന രാജ്യങ്ങൾ. 127 സംസ്ഥാനങ്ങൾ എന്ന് എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 127 സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ. രാജ്യാതിർത്തികളൊക്കെ ഇന്നത്തെ നിന്ന് വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള രാജ്യങ്ങൾ, ഓരോരോ ചെറിയ ചെറിയ രാജ്യങ്ങൾ, ചെറുതും വലുതുമായ പല രാജ്യങ്ങളുണ്ടായിരുന്നു. അതിലൊരു രാജ്യമായിരുന്നു യഹൂദ രാജ്യം. യഹൂദ രാജ്യത്തിൻ്റെ ഗവർണറായി ആര് വരുന്നു? നെഹമ്യാവ് തൻ്റെ രാജ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ മനോഹരമായ പദവി എന്ന് പറയുന്നത് ദൈവം തന്നെ കൊണ്ട് ചെയ്യുവാൻ ഉദ്ദേശിച്ച ആ വേല വളരെ കൃത്യമായിട്ട് ചെയ്യുവാൻ കഴിയുന്ന ഒരു പദവിയാണ്. ഞാനിങ്ങനെ പറയട്ടെ, ദൈവം അനേക ദൈവമക്കളെ ഈ രീതിയിൽ ഔദ്യോഗികമായ ജോലിയിൽ ഉള്ള സഹോദരന്മാരെ നമുക്ക് തന്നിട്ടുണ്ട്, ദൈവവേലയുടെ പ്രയോജനത്തിനായിട്ട്. അതും ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. അങ്ങനെയുള്ള സഹോദരി സഹോദരന്മാർ നമ്മുടെ മക്കൾ ഇനിയും ഉണ്ടാകണം. IAS-മാരും IFS-മാരും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഇനി എന്ത് വേണം ഉണ്ടാകുന്നത്? ദൈവം അവരെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. തുടർന്നുള്ള അധ്യായങ്ങളിൽ നെഹമ്യാവിന്റെ പ്രവർത്തനത്തിന് തൻ്റെ പദവി ഒരു വലിയ ഘടകമായിരുന്നു. കാരണം താൻ ഇങ്ങോട്ട് വരുമ്പോൾ ആ ദേശങ്ങളിലെല്ലാം ദേശാധിപതിമാർ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇവിടെ ഈ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 2 ദേശാധിപതിമാരെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 2 ദേശാധിപതിമാരെ വായിക്കുന്നതൊന്ന് വായിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. അതിൻ്റെ 10-ാമത്തെ വാക്യം 2 ദേശാധിപതിമാരെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. മതി മതി. അവിടെ 2 ഗവർണർമാരെ കുറിച്ച് വായിക്കുന്നത് സൻബല്ലത്തും തോബിയാവും. തോബിയാവ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗവർണർ ആയിരിക്കുകയല്ല, കാരണം അദ്ദേഹത്തിനൊരു പേരവിടെ കൊടുക്കും. ദാസൻ തോബിയാവ് എന്നൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. ദാസൻ തോബിയാവ്. അവരെ 2 പേരെ കുറിച്ച് പിന്നീട് നമ്മൾ ചിന്തിക്കാം. അപ്പോൾ ഇദ്ദേഹം ആരാണ്? സൻബല്ലത്ത് ഒരു ദേശാധിപതിയാണ്. അതുകൊണ്ടാണ് നെഹമ്യാവ് പറയുന്നുണ്ട്, അവിടെയുള്ള ദേശാധിപതിമാർക്ക് കൊടുക്കേണ്ടുന്നൊരു കത്ത് തരണമെന്ന് ആരോട് പറഞ്ഞു? രാജാവിനോട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ എല്ലാം നാട്ടുപ്രവിശ്യകളിൽ ഭരണം നടത്തുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും ഈ രാജാവിൻ്റെ കീഴിലുള്ള ഗവർണർമാരാണ്. ഇതാർക്കറിയാം? നെഹമ്യാവിന് നേരത്തെ തന്നെ അറിയാം. കിലോമീറ്റർ എത്രയുണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചായിരുന്നു. എത്ര കിലോമീറ്റർ ഉണ്ട്? ശൂഷൻ രാജധാനി മുതൽ യഹൂദ ദേശം വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? 1000 മൈൽ ദൂരമുണ്ടെന്ന് അവർ. അപ്പോൾ കിലോമീറ്റർ വൈസ് ചിന്തിച്ചാൽ 1500ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 1500 കിലോമീറ്ററിൽ എത്ര ഗവർണർമാർ, ദേശാധിപതിമാരുണ്ട് എന്നുള്ള കണക്ക് ആർക്കറിയാം? നെഹമ്യാവിനറിയാം. അതുകൊണ്ടാണ് താൻ വളരെ സജ്ജീകരണത്തോടു കൂടി അവിടെ അവിടുന്ന് പോകുന്നത്. നെഹമ്യാവ് വന്ന് ചെയ്യുന്ന ആ ശുശ്രൂഷ ഇനി ആരംഭിക്കുകയാണ്. നമ്മൾ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് നെഹമ്യാവ് എവിടെത്തി? നെഹമ്യാവ് നദിക്ക് അക്കരെയുള്ള ദേശത്തെത്തി. അതാണ് യഹൂദി ദേശം. നെഹമ്യാവ് ഉദ്ദേശിച്ച സ്ഥലത്ത് ഇപ്പോൾ എത്തി. ഇനി അവിടുന്ന് താന് 16 വരെയുള്ള വാക്യങ്ങളിൽ താൻ ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം കണ്ടറിയുവാനായിട്ട് പോവുകയാണ്. ആ ശുശ്രൂഷയിലേക്ക് താൻ കടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു. രാജാവ് അദ്ദേഹത്തെ അയച്ചു. സർവ്വസന്നാഹത്തോടും കൂടെ വരുന്ന നെഹമ്യാവ് വീണ്ടും ആ വേലയിലേക്ക് താന് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. നമുക്കതുകൊണ്ട് അദ്ദേഹം ചെയ്ത ശുശ്രൂഷകളുടെ വിവിധ രീതികൾ നോക്കാം. ഏത് രീതിയിലുള്ള ശുശ്രൂഷകളാണ് താന് അവിടെ ചെയ്യുന്നത്? ഒന്ന്, ആ ശുശ്രൂഷയ്ക്ക് താൻ എടുത്ത സമയം. 13-ാമത്തെ വാക്യം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? വായിക്കേണ്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. 13-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഞാൻ രാത്രി. അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്ത സമയം ഏതാ? രാത്രിയാണ്. 12, 15 വാക്യങ്ങളിലും ആ വാക്ക് തന്നെ നമ്മൾ കാണുന്നുണ്ട്. രാത്രിയിൽ എഴുന്നേറ്റു എന്നും
15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രാത്രിയിൽ തന്നെ ഞാൻ തോട്ടിൻ്റെ അടുക്ക് ചെന്നു എന്നും വായിക്കുന്നുണ്ട്. നെഹമ്യാവ് ആ പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത സമയം വളരെ പ്രാധാന്യമുള്ളതാണ്. ഏതാണ് ആ സമയം? രാത്രി സമയം. എന്താ അതിൻ്റെ പ്രത്യേകത? രാത്രി സമയത്തിൻ്റെ പ്രത്യേകത മറ്റ് ശല്യപ്പെടുത്തലുകളൊന്നും കാണുകയില്ല. തൻ്റെ കൂടെയുള്ളവരാലുള്ള ശല്യങ്ങളും ഉണ്ടാകുകയില്ല. വളരെ നല്ല ഒരു സംഖ്യയോടുകൂടിയാണ് നെഹമ്യാവ് വരുന്നത്. നമ്മുടെ ജീവിതത്തിലെ പല ശുശ്രൂഷകൾക്ക് രാത്രി നല്ല സമയമാണ്. ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാൻ ഏറ്റവും നല്ല സമയം രാത്രിയാണ്. ദൈവവചനം ധ്യാനിക്കാനും പഠിക്കാനും നല്ല സമയം രാത്രിയാണ്. പകലാണെങ്കിൽ എന്ത് സംഭവിക്കും? കുഞ്ഞുങ്ങൾ വരും, ഔദ്യോഗികമായ ജോലിയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വരും, അയൽവാസികൾ വരും, സഭയിലുള്ളവർ വരും, ഫോൺ വിളി ഉണ്ടാകും. എന്നാൽ രാത്രി എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന ഏറ്റവും നല്ല സമയമാണ്. അതുകൊണ്ടാണ് നെഹമ്യാവ് ആ രാത്രി എന്ന സമയം തിരഞ്ഞെടുത്തത്. ഇനി ശുശ്രൂഷയുടെ രീതി, താൻ അവലംബിച്ച ശുശ്രൂഷ രീതി എന്തായിരുന്നു? ഒന്ന്, നിയമപരമായ രീതിയാണ് താൻ അവലംബിച്ചത്. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അദ്ദേഹം നദിക്കക്കരയുള്ള ദേശാധിപതിമാരുടെ അടുക്കൽ ചെന്ന് രാജാവിന്റെ എഴുത്ത് അവർക്ക് കൊടുത്തു. അതാ നിയമപരമായ രീതി. അവിടെയുള്ള ദേശാധിപതിമാരെ കുറിച്ചാണ് നമ്മൾ വായിച്ചത് മുമ്പേ. 10-ാം വാക്യത്തിൽ വായിക്കുന്ന ദേശാധിപതിമാർ അവരൊക്കെയാണ്. ഇനി ആളുകളുണ്ട്. ഈ ദേശാധിപതിമാർ എന്ന് പറയുന്നത് അർത്ഥശഷ്ടാ രാജാവിന് വേണ്ടി അതാത് സ്ഥലങ്ങളിൽ പ്രവിശ്യകളിൽ കരം പിരിച്ച് ചുങ്കം പിരിച്ച് അദ്ദേഹത്തിന് കൊണ്ടുകൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഈ ദേശാധിപതിമാർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അവരവരുടെ ദേശത്ത് എന്ത് ചെയ്യണം? ഭരണവും നടത്തണം. ആളുകളെ ഭരിക്കുകയും വേണം, അവരുടെ ആവശ്യങ്ങൾ നടത്തുകയാണ്. പ്രധാന ജോലി എന്ന് പറയുന്നത് കരം പിരിക്കുക, രാജാവിന് കൊണ്ട് കൊടുക്കുക. അതാണ് അവരുടെ ജോലി. നെഹമ്യാവ് നിയമപരമായിട്ടാണ് തൻ്റെ ശുശ്രൂഷ നീങ്ങുന്നത്. എന്താ ആദ്യം താൻ ചെയ്തത്? ദേശത്തുള്ള ദേശാധിപതിമാരെ, മറ്റുള്ളവരെ കണ്ടു. തനിക്ക് ലഭിച്ച ഈ ലെറ്റർ, നമ്മുടെ രീതിയിൽ പറഞ്ഞ കമൻഡേഷൻ ലെറ്റർ, ആ ലെറ്റർ എന്ത് ചെയ്തു? അത് ദേശാധിപതിമാർക്ക് കൊടുക്കുന്നു. നമുക്കതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന പാഠം ഏതാ? ദൈവിക പ്രവർത്തനങ്ങൾ ദൈവം ലോകത്തിലെ ഭരണാധികാരികളിലൂടെയും മനുഷ്യരിലൂടെയുമാണ് സാധിപ്പിച്ച് എടുക്കുന്നത്. ദൈവത്തിന് അങ്ങനെയും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ദൈവം കോരശിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? എൻ്റെ ദാസനായ കോരശ്. പേർഷ്യൻ രാജധാനിയിലെ രാജാവാണ് കോരശ്. അത് കഴിഞ്ഞ് ഇതാ വരുന്ന അടുത്ത ആള് അർത്ഥശഷ്ടാ രാജാവ്. അദ്ദേഹത്തെക്കുറിച്ച് ദൈവമാണ് എൻ്റെ ദാസൻ. റോമാലേഖനം 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഭൂമിയിലെ ഭരണാധികാരികളെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം, അവർ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരല്ലോ. ആര്? ഭൂമിയിലെ ശ്രേഷ്ഠ ഭരണാധികാരികൾ. അവരാരാന്നാ ദൈവം പറയുന്നത്? ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ. നമ്മൾ ദൈവ ശുശ്രൂഷകന്മാരെന്ന് വിളിക്കുന്നത് എന്നെ പോലെയുള്ള ആളുകളെ വിളിക്കുന്നത്. ദൈവദാസൻ എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള ആളുകളെയാണ്. ദൈവദാസൻ എന്നാ ഉണ്ട്? ദൈവം പറയുന്നത് കേട്ടോ. ദൈവവചനം പറയുകയാണ്, ശ്രേഷ്ഠ അധികാരികൾ ആരാ? ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ്. ദൈവത്തിന് അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാനുണ്ട്. ചെയ്യിപ്പിക്കുന്നതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. അവിടെ പറയുകയാണ്, അവർ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ദൈവത്തിന്റെ ജോലിയാണ് അവർ ചെയ്യുന്നത്. അതായത് ഈ ഭൂമിയിലുള്ള ഭരണാധികാരികൾ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അവരാരുടെ ജോലിയാണ് ചെയ്യുന്നത്? ദൈവത്തിന്റെ ജോലി ചെയ്യുന്നു. കർണാടകയില് അവരുടെ ആ പ്രധാന ഭരണ സ്ഥലത്ത് ഒരു വാക്യം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ അതിലെ യാത്ര പലപ്പോഴും കണ്ടിട്ടുണ്ട്. എവ്രി ഗവൺമെന്റ് വർക്ക്സ് ഈസ് ഗോഡ്സ് വർക്ക്. എല്ലാ സർക്കാരിന്റെ ജോലികളും ദൈവത്തിന്റെ ജോലി എന്ന് അവരെഴുതി വെച്ചിരിക്കുന്നത്.
അറിഞ്ഞാണോ അറിയാതെയാണോ എഴുതിയെന്ന് അറിയത്തില്ല. ദൈവവചനം നമ്മളോട് പറയുകയാണ് അവരാരാണ്? ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാണ്. അപ്പോൾ ഭൂമിയിലെ ശുശ്രൂഷകന്മാർ, രാജാക്കന്മാർ, ഭരണാധികാരികൾ, അതൊക്കെ ദൈവം നിയമിച്ചതാണ്. നിയമപരമായി ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് തെറ്റില്ല. നെഹമ്യാവ് അതാണ് ആദ്യം അവലംബിച്ച രീതി. ഇനി രണ്ടാമത്തെ രീതി, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ എടുത്ത രണ്ടാമത്തെ രീതി, അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ ഞാൻ യെരൂശലേമിലെത്തി അവിടെ 3 ദിവസം താമസിച്ചു. അപ്പൊ ആ തൻ്റെ ശുശ്രൂഷയുടെ രണ്ടാമത്തെ രീതി എന്താണ്? വ്യക്തിപരമായ ഒരു രീതിയാണ്. ഏതാ? 3 ദിവസം താമസിച്ചു. എന്തിനു വേണ്ടി? നമുക്ക് ചോദിക്കാം, എന്തിനാ നെഹമ്യാവ് നീ ആ രാജാവിൻ്റെ അനുവാദത്തോടു കൂടിയല്ലേ ഇങ്ങോട്ട് വന്ന് വന്നിക, പണിയുക, തീർക്കുക? അത് പോരായിരുന്നോ എന്ന് ചോദിച്ചാൽ നെഹമ്യാവ് പറയുകയാണ്, അങ്ങനല്ല, എൻ്റെ രീതി ഇങ്ങനെ. ഏതാ? 3 ദിവസം. ഇത് പഴയ നിയമത്തിലെ ഒരു ശുശ്രൂഷ തന്നെയാണ്. ചില ദിവസങ്ങൾ ദൈവം മുമ്പാകെ ഇരുന്നിട്ട് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവമക്കളുടെ ഒരു സ്വഭാവ രീതിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഹൂദന്മാര് ഈ യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശം ഒറ്റുനോക്കാനായിട്ട് പോകുമ്പോൾ നമ്മളവിടെ വായിക്കുന്നത് അവർ 3 ദിവസം കഴിഞ്ഞിട്ട് പോയി എന്നാണ് വായിക്കുന്നത്. 3 ദിവസം കഴിഞ്ഞ്. അപ്പം 3 ദിവസം എന്തായിരുന്നു? 3 ദിവസം അവര്, യോശുവ 1:11 വായിക്കുന്നത്, അവർ ഭക്ഷണ സാധനങ്ങൾ ക്രമീകരിക്കുകയായിരുന്നു 3 ദിവസം. അവർ ടൈം ഓഫ് പ്രിപ്പറേഷൻ. നേരെ യുദ്ധത്തിന് പോകാം, പക്ഷെ അതിന് ചെയ്തില്ല. എന്താ ചെയ്തത്? 3 ദിവസം അവ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചു. ഇനി എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. എസ്തേർ രാജാവിൻ്റെ മുമ്പിൽ അവള് പോകുവാനായിട്ട് പോകുന്നു. എസ്തേർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി 3 രാവും പകലും ഉപവസിപ്പിൻ. അപ്പൊ അതെന്തിനു വേണ്ടി? ആ 3 ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് തന്നെത്താൻ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ എസ്രാ എന്തിനാ അത് 3 ദിവസം എടുത്തത്? എസ്രാ ഇവിടെ വന്നിട്ട് നാം 11-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ യെരൂശലേമിലെത്തി അവിടെ ഞാൻ 3 ദിവസം താമസിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രാർത്ഥിക്കുകയായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ തയ്യാറാകുകയായിരുന്നായിരിക്കാം. എന്നാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, എസ്രാ ദൈവവുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്രമീകരിച്ച് പ്രാർത്ഥിച്ച് ഒരു പ്രിപ്പറേഷൻ എടുക്കുകയായിരുന്നു. പല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ അദ്ദേഹം എടുത്ത രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, അദ്ദേഹം 3 ദിവസം താമസിച്ചു എന്നുള്ളതാണ്. അത് വ്യക്തിപരമായ രീതിയാണ്. ഇനി അദ്ദേഹം ചെയ്ത വ്യക്തിപരമായ രീതിയിലെ രണ്ടാമത്തെ കാര്യം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, രാത്രിയിൽ എഴുന്നേറ്റ് പോയി. നമ്മൾ മുമ്പേ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലേക്ക് ഇനി ശ്രദ്ധിക്കുന്നില്ല. ഇനി രണ്ടാമത് താൻ ചെയ്തത്, രാത്രിയിൽ പോയി എന്ന് മാത്രമല്ല, രാത്രിയിൽ താൻ എന്ത് ചെയ്തു? ഒരു അന്വേഷണം നടത്തി. 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 13-ാം വാക്യം. അദ്ദേഹം നെഹമ്യാവ് ചെയ്ത കാര്യം, രാത്രി ചെയ്ത കാര്യങ്ങളാണ്. താൻ വാതിലുകളെല്ലാം ചെന്നൊന്ന് പരിശോധിച്ചു. ആദ്യം പോയ വാതിൽ ഏതാ? താഴ്വര വാതിൽ. ഈ താഴ്വര വാതിൽ എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന വാതിലാണ്. ആ വാതിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വാതിലാണ് അവരുടെ വാണിജ്യ കാര്യങ്ങൾ നടക്കുന്ന, അവർ സാധാരണയായി കയറി ഇറങ്ങുകയും ചെയ്യുന്നൊരു വാതിലാണ് ആ വാതിൽ. പട്ടണത്തിന് വെളിയിൽ പോകുന്നതും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്നതും എല്ലാം ഈ വഴിയാണ്. നമുക്കറിയാം, കിഴക്കേ വാതിൽ അവർ സാധാരണ എങ്ങനെ ഉപയോഗിക്കും? അത് രാജാവിന് മാത്രമുള്ള വാതിൽ കിഴക്കേ വാതിൽ. പടിഞ്ഞാറുള്ളതും വടക്കുള്ളതും തെക്കുള്ളതുമായ വാതിലുകൾ ഉപയോഗിക്കുമ്പോൾ ഇസ്രായേൽ ജനം സാധാരണ ഉപയോഗിക്കുന്ന വാതിലാണ് ഈ പടിഞ്ഞാറേ വാതിൽ. നെഹമ്യാവ് ആദ്യം ആ വാതിലാണ്. അതിനൊരു കാരണമുണ്ട്. ഇവരുടെ ചരിത്രത്തിൽ ദാവീദ് അബ്ശാലോമിനെ പേടിച്ച് ഓടിപ്പോയ വാതിലാണ് ഏത് വാതിൽ? ഈ താഴ്വര വാതിലെന്ന്
പറയുന്നത്. അപ്പം അതുകൊണ്ട് ദാവീദിന്റെ കാലം മുതൽ ഇവർക്കൊരു കാര്യം ഇവർ പറയുന്നത്, ഓടി രക്ഷപ്പെടുന്നതിനുള്ള വാതിലാണ് ഏത് വാതില്? താഴ്വര വാതിൽ. ഈ ഓടി രക്ഷപ്പെടുന്ന വാതിലാണ്. എന്നാൽ നെഹമ്യാവ് പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. ഓടി രക്ഷപ്പെടാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, അത് നന്നാക്കിയെടുത്ത് അവിടെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. ഒരു ഓടിപ്പോക്ക്, പിൻവാങ്ങൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ആത്മീയ സത്യം. പ്രതിസന്ധികൾ ധാരാളമാണില്ലേ? ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? നമുക്ക് ധാരാളം പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, അനുകൂലമായിട്ടൊന്നുമില്ല. എന്നാൽ ഓടി രക്ഷപ്പെടുവാനായിട്ട് ഒരു വാക്യം പോലും നമുക്ക് ദൈവവചനത്തിൽ കാണാൻ സാധിക്കുന്നില്ല. നേരിടുക, അഭിമുഖീകരിക്കുക, ദൈവം അതിനുള്ള വഴികൾ ഒരുക്കിത്തരും. അപ്പം നെഹമ്യാവ് ആദ്യം നന്നാക്കിയതേതാ? ആ വാതിലാണ്. രക്ഷപ്പെടുന്ന, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന വാതിലാണ് ആദ്യം നന്നാക്കുന്നത്. ഇനി രണ്ടാമതാണ് എവിടെ പോയത്? രണ്ടാമത് പോയത് പെരുമ്പാമ്പുറവ എന്ന സ്ഥലത്താണ്. അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലാത്തൊരു വാതിലാണ്. അതിനെ ഡ്രാഗൺ ഗേറ്റ് എന്നും ഡ്രാഗൺ സ്പ്രിംഗ് എന്നും ഈ വാതിലിന് പറയുന്നുണ്ട്. അതിൻ്റെ കൃത്യസ്ഥാനം അറിയില്ലെങ്കിലും പല വേദ പഠിതാക്കളും പറയുന്നത് താഴ്വര വാതിലിനോട് ചേർന്നിരുന്നൊരു വാതിലാണ് ഈ പെരുമ്പാമ്പുറവ എന്ന് പറയുന്നത്. അതായത് അപകടങ്ങൾ നിറഞ്ഞ ഒരു വാതിൽ. യെരുശലേം കോമ്പൗണ്ടിലെ അപകടങ്ങളും ഉണ്ട്. രക്ഷപ്പെടുന്ന വാതിലിനടുത്ത് എന്തുകൊണ്ടെന്ന് അത് പറയുന്നത്, അപകടങ്ങളും ഉണ്ട്. അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലങ്ങളാണ് ജീവിതത്തിൻ്റെ പല മേഖലകളും. ആ അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലവും എന്ത് ചെയ്യണം? കണ്ടു മനസ്സിലാക്കി നന്നാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏതാണ് അപകടകരമായിട്ടിരിക്കുന്ന വാതിലുകൾ, ജീവിതത്തിൻ്റെ ചില വശങ്ങൾ ഏതാണ് അപകടകരമായിട്ടിരിക്കുന്നത്, അതൊക്കെ കണ്ടുപിടിക്കുക, നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ അദ്ദേഹം പോയത് കുപ്പവാതിലാണ്. അത് ഈ അവരുടെ പാളയത്തിലെ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടിടുന്നതും കളയുന്നതുമായൊരു വാതിലാണ്. അധികം വിശദീകരിച്ച നമ്മുടെ സമയം പോലും. കുപ്പവാതില്, പിന്നെ ഉറവ വാതില്, രാജാവിൻ്റെ കുളം, പിന്നെ അദ്ദേഹം ഒടുവിലായിട്ട് ചെന്ന് കണ്ടത് മതിലാണ്. അപ്പം ഞാനൊന്നുകൂടെ പറയാം, ഏതൊക്കെയാണ് അദ്ദേഹം പോയി രാത്രി കണ്ടുപിടിച്ചത്? താഴ്വര വാതിൽ, പെരുമ്പാമ്പുറവ, കുപ്പവാതിൽ, ഉറവ വാതിൽ, രാജാവിൻ്റെ കുളം, മതില്. ഇത്രയുമാണ് രാത്രി പോയി പരിശോധിച്ചത്. എന്താ മനസ്സിലായുന്നത്? ആത്മഭാരം ഏറ്റെടുക്കുന്ന മനുഷ്യൻ രാത്രി കിടന്നുറങ്ങുകയില്ല. ഇതെല്ലാം രാത്രിയിലാണ് ഇത് പോയി കണ്ടുപിടിക്കുന്നത്. രാത്രി പോയി സകല കാര്യങ്ങളും പഠിക്കുമ്പോൾ അദ്ദേഹം പോയി കാണുമ്പോൾ അവിടെ ഒരു കാര്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 14-ാം വാക്യം അവസാനിക്കുന്നത് നോക്കി. അവിടെ പറയുന്നത്, എന്നാൽ ഞാൻ കയറിയിരുന്ന മൃഗത്തിന് കടന്നു പോകുവാൻ സ്ഥലം, അതെന്താ കാണിക്കുന്നത്? ആകെ താറുമാറായി കിടക്കുന്നു. അതാണ് കാണിക്കുന്നത്. മൃഗത്തിന് പോലും ഒന്ന് കടന്നു പോകുവാൻ കഴിയാത്ത നിലയിൽ യെരുശലേമിന്റെ നാശം ഭീകരമാണ്. ഒരു കഴുതക്കുട്ടിയായിരിക്കാം അത്, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നതിൽ ഒരു കുതിരയായിരിക്കാം, അറിയില്ല. അദ്ദേഹത്തിൻ്റെ മൃഗമാണ്. എന്നാൽ ആ ഒരു മൃഗത്തിന് പോലും ചാടിക്കടക്കുവാൻ കഴിയാത്ത നിലയിൽ യെരുശലേമിൽ കാര്യങ്ങൾ വളരെ മോശമായിട്ട് കിടക്കുന്നു. ദൈവമക്കൾ കാണേണ്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ, സഭാജീവിതത്തിലെ തകർന്നു കിടക്കുന്ന ഭാഗങ്ങളെ കണ്ടുപിടിക്കുക. അത് കാണാൻ പറ്റിയ സമയം രാത്രി തന്നെ. അതിമുമ്പേനെന്ന് ഞാൻ പറഞ്ഞു, രാത്രികളിൽ അത് കണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള നല്ല സമയമാണ്. കർത്താവേ, ഞങ്ങളുടെ സ്ഥലം സഭയിൽ നീറിപ്പുകയുന്ന ചില വിഷയങ്ങളുണ്ട്, അത് ഞാൻ കണ്ടു മനസ്സിലാക്കി അതിനൊരു പരിഹാരം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണെങ്കിൽ, മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് അതാണ് നെഹമ്യാവ് ചെയ്ത ശുശ്രൂഷയുടെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്. വ്യക്തിപരമായ രീതിയിലൂടെ ആ കാര്യങ്ങൾ അറിഞ്ഞു. ഇനി 3, ശുശ്രൂഷയിലെ അപകടം. ശുശ്രൂഷ നല്ലതാണ്. ആ ശുശ്രൂഷയിൽ എന്തും കൊണ്ടുണ്ട്? അപകടങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. നമ്മൾ മുമ്പേ വായിച്ചു 10-ാം വാക്യത്തിൽ. എന്താണ് അപകടം?
ഹോരോന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവുമാണ് അപകടം. രാജാവിൻ്റെ അനുവാദം ഉണ്ടോ? ഉണ്ട്. എഴുത്തുമായിട്ടാണ് വരുന്നത്, അതുണ്ട്. ഇപ്പോൾ താൻ ആരായിട്ടാണ് നിൽക്കുന്നത്? ഗവർണറായിട്ടാണ് അവിടെ നിൽക്കുന്നത്. കൂടെ ആളുകളുണ്ട്, കൂടെ ആളുണ്ട്. ഗവർണർ എന്ന നിലയിൽ രാജാവിൻ്റെ അംഗീകാരമുണ്ട്, രാജാവിൻ്റെ എഴുത്തുമുണ്ട്. എല്ലാം ഉള്ളപ്പോഴും എന്തുകൊണ്ട്? അപകടങ്ങളുമുണ്ട്. നമ്മൾ വായിക്കുന്ന 10-ാം വാക്യം ഇങ്ങനെ വായിച്ചത്, അത് അവർക്ക് അനിഷ്ടമായി. ആർക്ക്? ഈ 2 പേർക്ക് അത് അനിഷ്ടമായി. നമ്മളത് ന്യായമായിട്ട് ചിന്തിച്ചു, അതിനെന്താ വിഷയം? എല്ലാ സജ്ജീകരണത്തോടും കൂടെയല്ലേ ഈ വന്നു നിൽക്കുന്നത്, പിന്നെ എന്താ ഈ വിഷയം? അതാണ് വിഷയം. കാരണം ഈ സൻബല്ലത്തും ആരാണ്? അദ്ദേഹവും ഒരു ദേശാധിപതിയാണ്, ആ അടുത്ത സ്ഥലത്തെ ഒരു ദേശാധിപതിയാണ്. അതാണ് അദ്ദേഹത്തിന് അത്രയും പവർ. ഇത്രയും ആളുകളുടെ അടുക്കൽ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹവും ചെറിയ ആളല്ല. ഇനി ചെറിയ ആൾ മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചാൽ ഈ നമ്മളവിടെ വായിച്ചത് തന്നെ ഹോരോന്യനായ സൻബല്ലത്താണ്. ഹോരോന്യൻ എന്ന് പറഞ്ഞാൽ ഹൊറോണിയം എന്ന സ്ഥലത്തു നിന്ന് വന്ന ആളാണ് അദ്ദേഹം. അത് മോവാബിൽ ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് ഇദ്ദേഹം ആരാ? മോവാബിന്. ഇപ്പം വിഷയം മനസ്സിലായില്ലേ? എന്താ ഈ എതിർപ്പിന്റെ കാഠിന്യമെന്ന്? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പോയപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്തില്ല? നിങ്ങൾ അവർക്ക് വഴി കൊടുത്തില്ല, അവരുടെ കഷ്ടതകളിൽ നിങ്ങൾ സന്തോഷിച്ചു എന്നൊരു കുറ്റം ഈ മോവാബിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ എതിർപ്പ് കഠിനമായിട്ട് മാറിയത്. കാരണം ഇദ്ദേഹം ഒരു മോവാബിനാണ്. അത് മാത്രമല്ല, ഇദ്ദേഹം എങ്ങനെയാണ് ഈ പ്രദേശത്തെ ദേശാധിപതിയാകുന്നത്? ഈ സൻബല്ലത്ത് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കണം. സൻബല്ലത്ത് അവിടുത്തെ ഒരു ദേശാധിപതി, ആ ദേശത്തിലെ ആണ്. എങ്ങനെ അദ്ദേഹം അവിടുത്തെ ദേശാധിപതിയായത്? അതിനൊരു ക്ലൂ കൊടുക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അതിനൊരു ക്ലൂ അവിടെ വായിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ എനിക്ക് വേണ്ടി ഒന്ന് വായിക്കണം. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 24-ാമത്തെ വാക്യം. 17-24. രാജാവ് ബാബേൽ, ഔവ, ഹമാത്ത്, സെഫർവൈം എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമര്യ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. അവർ ശമര്യ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. ഈ സൻബല്ലത്ത് എന്ന് പറയുന്നത് മോവാബിനാന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും ഈ സൻബല്ലത്ത് എന്ന് പറയുന്ന ഒരു ബാബിലോൺ പേരാ. എങ്ങനെ ഈ മോവാബിന് ബാബിലോൺ പേര് കിട്ടിയത്? അതിന്റെ അർത്ഥം ഈ ബാബിലോൺ രാജാവ് സകല ആളുകളെയും എന്ത് ചെയ്തിരുന്നു? അടിമകളാക്കി കൊണ്ടുപോയ കൂട്ടത്തിൽ ഈ സൻബല്ലത്തും അവിടെ ഈ ബാബിലോണിന്റെ സാമ്രാജ്യത്തിലായി. ആ ബാബിലോണിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അശൂർ രാജാവ് ബാബേൽ, കൂദ, ഔവ, ഹമാത്ത്, സെവർ, അതിനകത്ത് ബാബേലുണ്ട്. ഇവരെല്ലാവരെയും കൊണ്ടുവന്ന് എവിടെ താമസിപ്പിച്ചു? ശമരിയ പട്ടണത്തിൽ താമസിച്ചു. ശമരിയ ഇസ്രയേലിന്റെ സ്ഥലമായിരുന്നു. അവിടെ കൊണ്ടുവന്ന് ആരെ താമസിപ്പിച്ചു? ഇങ്ങനെയുള്ള ആളുകളെ താമസിപ്പിച്ചു. അപ്പൊ ഈ സൻബല്ലത്ത്, മോവാബിനായ സൻബല്ലത്ത് ബാബേൽ രാജാവിനാൽ ഈ ശമരിയിൽ വന്ന് ഇപ്പോൾ താമസിച്ച് ഈ ശമരിയുടെ ദേശാധിപതിയായിട്ട് ആര് ജീവിക്കുന്നു? സൻബല്ലത്ത് ഇപ്പോൾ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് സൻബല്ലത്തിന് ഇത്രയും ധൈര്യം. ഇനി അടുത്ത ആളിനെ കുറിച്ച് വായിക്കുന്നത് എന്താ? തോബിയാവ് എന്നാണ്. ഒരുപക്ഷെ തോബിയാവ് ദാസനായ തോബിയാവ് എന്ന് പറഞ്ഞാൽ ഈ സൻബല്ലത്തിന്റെ സഹായിയായ, ബാബേൽ രാജാവ് സഹായിയായിട്ട് വിട്ട സൻബല്ലത്തിന്റെ സഹായി, നമുക്കിങ്ങനെ വിളിക്കാം മന്ത്രി. അവൻ ദേശാധിപതിയും മന്ത്രിയും കൂടെയാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ശുശ്രൂഷയിലെ അപകടം എന്ന് പറയുന്നത് എന്താണ്? ശുശ്രൂഷയിലെ അപകടം എന്ന് പറയുന്നത് പിശാചാണ്. ഈ തോബിയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം അമ്മോന്യനാണെന്ന് വായിക്കുന്നുണ്ട്. അപ്പം മോവാബിനുമായി അമ്മോന്യനുമായി നല്ല 2 ശത്രുക്കളായി. എന്താ നമ്മളതിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ? ദൈവ ശുശ്രൂഷയിൽ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ എന്തുണ്ട്? എതിർപ്പുകൾ ഉണ്ട്.
എസ്രായുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ കാണുന്നത് മറ്റൊരു വേർഷനാണ് അവിടെ കാണുന്നത്. 4-ാം അധ്യായത്തിൽ അതുണ്ട്. ഇവർ വന്ന് എസ്രായോട് ചോദിക്കും, ഞങ്ങളും പണിയാം. എസ്രാ പറഞ്ഞു, നിങ്ങൾ പണിയണ്ട. പിന്നെ നമ്മൾ അവരെ കാണുന്നത് എന്താണ്? എതിർപ്പുമായിട്ട് വരുന്നതാണ്. അപ്പൊ പിശാച് ഏത് രൂപത്തിൽ വരുമെന്നുള്ളത് നമുക്കറിയത്തില്ല. ആദ്യമേ അനുകൂലമായിട്ട് വരും, അത് കഴിഞ്ഞ് എതിർപ്പുകളായിട്ട് വരും. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ആ വൈരിയെ മുഴുവൻ നെഹമ്യാവ് തൻ്റെ ശുശ്രൂഷയിൽ അകറ്റി നിർത്തുകയാണ്. 2-ാം അധ്യായം 19 വാക്യം വായിക്കും. ഒരു ശത്രുവിനെയും കൂടെ വായിക്കുന്നുണ്ട്. ആ ശത്രുവിൻ്റെ പേര് ഗേശം എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗേശം. അപ്പോൾ ശത്രുക്കൾ കൂടുക. സൻബല്ലത്തായി, തോബിയാവായി. ഇപ്പം ആരെക്കുറിച്ച് വായിക്കുന്നത്? ഗേശം. ആ ഗേശമിനെ കുറിച്ച് വായിക്കുന്ന അരാബ്യനായ ഗേശം എന്ന് പറഞ്ഞാൽ അയാൾ അറബിക്കാരനായ വ്യവസായിയാണ്. അപ്പം ഈ കൂട്ടുകെട്ടൊന്ന് നോക്കിയേ. ഒരു ഗവർണർ, ഒരു മന്ത്രി, ഒരു വ്യവസായി. ലോകം ഭരിക്കുന്ന വ്യവസായികളാണ് ഇന്നും. അപ്പോൾ ദൈവമക്കൾക്കെതിരെന്ന് പറയുന്നത് പ്രബലരായ ആളുകളാണ്. നെഹമ്യാവ് അവരെയാണ് അഭിമുഖീകരിച്ചത്. അതുകൊണ്ട് തൻ്റെ ശുശ്രൂഷയിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന, ശുശ്രൂഷയിൽ എന്തുണ്ട്? വലിയ അപകടങ്ങളുണ്ട്. നമ്മുടെ നെഹമ്യാവ് അവരെ അകറ്റി നിർത്തിയതായിട്ട് നാം തിരുവചനത്തിൽ വായിക്കുകയാണ്. എങ്ങനെ അകറ്റി നിർത്തിയത്? അതും കൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പെട്ടെന്ന് വരാം. 20-ാം വാക്യത്തിൽ താൻ എന്താ പറഞ്ഞത്? അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരാ ഞങ്ങൾ എഴുന്നേറ്റ് പണി. നിങ്ങൾക്കോ യെരുശലേമിൽ ഒരു ഓഹരി, ഒരു അവകാശം, ഒരു ജ്ഞാപകവും ഉണ്ടാകുകയില്ല. അങ്ങനെയാണ് താൻ അവരെ ഒഴിവാക്കിയത്. ദൈവമക്കളുടെ ബുദ്ധിപരമായ ഇടപെടൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ആവശ്യമാണ്. നെഹമ്യാവ് അവരെ ഒഴിവാക്കി. ഞങ്ങൾ പണിതോളാം, ഞങ്ങളാണ് ദൈവത്തിൻ്റെ ദാസന്മാർ, നിങ്ങൾക്ക് ഒരവകാശവുമില്ല. അത് പറയാൻ കാര്യം എന്നാ? ഈ ശമരിയിൽ അവർ താമസിക്കുന്ന ആളുകളാണ്. പണ്ടൊരിക്കൽ ഇസ്രായേൽ മക്കൾ താമസിച്ചിരുന്ന ശമരിയ എന്ന് പറയുന്ന ആ പട്ടണത്തിൽ ഇന്ന് ഇവരാണ് ദേശനിവാസികളായിട്ട് താമസിക്കുന്നത്. ഇവിടെ നെഹമ്യാവ് പറയുകയാണ്, നിങ്ങൾ ഈ ദേശത്ത് താമസിക്കുന്നവരാണ്, പക്ഷെ നിങ്ങൾക്ക് എന്തില്ല? ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതാണ് വേർപാട് എന്ന് പറയുന്നത്. ദൈവമക്കൾക്ക് അവിശ്വാസികളോട് എന്തില്ല എന്നുണ്ടാകരുത്. ഒരു ബന്ധവും ബാധ്യതയും ഉണ്ടാകുവാനായിട്ട് പാടില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. 3-ാമത്തെ വിഷയത്തിലേക്ക് പെട്ടെന്ന് വരാം. അടുത്ത 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാം. 17 മുതൽ 20 വരെ വാക്യങ്ങളിൽ നെഹമ്യാവ് ഈ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായ കാര്യങ്ങളെ സാധ്യമാക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഒന്ന്, പ്രോത്സാഹിപ്പിക്കുന്ന രീതി നാം കാണുന്നു. 17-ാമത്തെ വാക്യത്തിൽ അവസ്ഥ കാണിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. 2 അവസ്ഥകളാണ് താൻ അവരെ കാണിക്കുന്നത്. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണിക്കുന്നത് അനർത്ഥം അവരെ കാണിക്കുകയാണ്. 17-ാം വാക്യത്തിൽ ഒരു വാക്കുണ്ടോ? നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം. ഇപ്പൊ ദൈവമക്കളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നെഹമ്യാവ് പറയാണ്, നാം അകപ്പെട്ടിരിക്കുന്ന. ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കണം. നെഹമ്യാവ് പറയുന്നില്ല നിങ്ങൾ അകപ്പെട്ടിരിക്കുക എന്ന് പറയുന്നില്ല. ഉണ്ടോ? നെഹമ്യാവിന് വേണം അങ്ങനെ പറയാം, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന വിഷയം. ഞാൻ രാജകൊട്ടാരത്തിൽ താമസിക്കുന്ന ആളെ, എനിക്ക് ശമ്പളമുണ്ട്, എനിക്കെല്ലാം ഉണ്ട്. അദ്ദേഹം അവരോട് കൂടെ ഏകീഭവിക്കുകയാണ് ആ വിഷയത്തിൽ. അതാണ് ഒരു ദൈവദാസന്റെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്നത്. നെഹമ്യാവ് പിന്നീട് പ്രാർത്ഥിക്കുമ്പോഴും അത് തന്നെ പറയുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞ് ജനത്തോട് ഏകീഭവിക്കുന്നുണ്ട്. ഇവിടെ അവരെ എങ്ങനെയാ പ്രോത്സാഹിപ്പിക്കുന്നത്? നാം വലിയൊരു അപകടത്തിലാണ് ഇരിക്കുന്നത്. എന്താണ് അപകടം? അപകടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതിലുകളും വാതിലുകളും എല്ലാം അപകടത്തിലിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള ദേശാധിപതിമാരും മന്ത്രിമാരും വ്യവസായികളും നമുക്കെതിരായിട്ട് ഉണ്ട്. ഒരു കാരണവശാലും ലോകം യോഗ്യമല്ല ദൈവപൈതലിന്.
അതാണ് താൻ അവരെ കാണിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി 2, താൻ അവരെ കാണിച്ചു കൊടുക്കുന്ന അടുത്ത കാര്യം, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നത് നിന്നയാണ്. ആ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക. ഇപ്പൊ 2ാമത് കാണിക്കുന്നത് എന്താ? ഇസ്രായേൽ ജനം എന്തിലിരിക്കുന്നു? ഇപ്പോൾ വലിയ നിന്നയിലിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. യെരൂശലേം ദേവാലയം പോലെ മനോഹരമായ ഒരു ആലയം അന്നത്തെ കാലത്ത് ലോകത്തിലില്ലായിരുന്നു. വളരെ പ്രൗഢഗംഭീരമായ ഒരു ആലയമായിരുന്നു, ദേവാലയമായിരുന്നു യെരൂശലേമിന്റെ. ശലോമോന്റെ പണി കഴിയുമ്പോൾ നമുക്കറിയാം, അനേക ആളുകൾ അത് കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ വന്നിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഇന്നതുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് അതിനെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് പെടുത്തുമായിരുന്നു. അത്രമാത്രം ഭംഗിയുണ്ടായിരുന്ന, അത്രമാത്രം തിളങ്ങി നിന്നിരുന്ന, ഗ്ലോറിയസ് ആയ ആ ദേവാലയത്തിന്റെ അവസ്ഥ ഇന്ന് കണ്ടാൽ നെഹമ്യാവിന് ഈ വാക്കല്ലാതെ വേറൊന്നും പറയാനില്ല. ഏതാ വാക്ക്? നാം നിന്ദിക്കപ്പെട്ടിരിക്കുക. അപ്പൊ പ്രോത്സാഹിപ്പിക്കുമ്പോൾ താൻ എങ്ങനെയാ പ്രോത്സാഹിപ്പിക്കുന്നത്? 1, അവസ്ഥ കാണിച്ച് പ്രോത്സാഹിപ്പിക്കുക, നാം അനർത്ഥത്തിലാണ്. 2, നാം നിന്നയിലാണ്. ഇനി 2ാമത് പ്രോത്സാഹിപ്പിക്കുന്ന 2ാമത്തെ രീതി അനുഗ്രഹം കാണിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്താ അനുഗ്രഹം? 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലം. അതാണ് അനുഗ്രഹം. ദൈവത്തിന്റെ അനുഗ്രഹം കാണിച്ച് പറയുകയാണ്, ദൈവത്തിന്റെ കൈ എനിക്ക് എന്തുണ്ട്? എന്നോട് കൂടെ ഉണ്ട്. അതിനുള്ള തെളിവാണ് നെഹമ്യാവ് തന്നെ. അതൊക്കെ ഇതെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞതാണ്. നമുക്കും അറിയാം നെഹമ്യാവ് എന്തായിരിക്കും പറഞ്ഞത് എന്നുള്ളത്. കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിട്ട് വന്നു, അതുകൊണ്ട് ആ കൈ ഇപ്പോഴും നമ്മോടുകൂടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട? തളരണ്ട, പ്രോത്സാഹിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ കൈ ഉണ്ട്. 2, രാജാവിന്റെ കൽപ്പനകൾ എന്തുണ്ട്? എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അദ്ദേഹം ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇനി 3ാമത്തെ കാര്യം, അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു ആഹ്വാനത്തിലൂടെ. 17-ാം വാക്യത്തിൽ വായിക്കുന്ന എന്താ? വരുവിൻ, നാം നിന്നാപാത്രമായിരിക്കാതെ വണ്ണം പണിയുക. അപ്പോൾ വരുവിൻ എന്ന വാക്ക് ഒരു വലിയ പ്രോത്സാഹനമാണ്. പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും കാണുന്നൊരു വാക്കാണ് വരുവിൻ. ആരാധനയുള്ള ബന്ധത്തിലും പറയും വരുവിൻ, നാം ഒന്നിച്ച് യഹോവയെ മഹത്വപ്പെടുത്തുക. ആ വാക്കിനൊരു വിലയുണ്ട്. കൊഹോർട്ടേറ്റീവ് യൂസേജ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരാൾ നിന്നുകൊണ്ട് സകല ആളുകളെ വിളിക്കുകയാണ്, ഇങ്ങോട്ട് വരിക. കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇത് തന്നെ, കം ആൻഡ് സീ, വന്ന് വരിക, വന്ന് കാണുക. അതും അതുപോലത്തെ ഒരു ഉപയോഗമാണ്. അതുകൊണ്ടാണ് എല്ലാവരും വന്നത്. കർത്താവിന്റെ അടുക്കൽ ആളുകൾ വന്നതിന്റെ കാര്യം മനസ്സിലായോ? വന്ന് കാണുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ പിന്നിലെ അർത്ഥം അവർക്ക് മനസ്സിലാകുമായിരുന്നു. ഇവിടെ നെഹമ്യാവ് വിളിച്ചു, എല്ലാവരും വന്നു. ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചത് ആ വിളിയോട്? 18-ാം വാക്യത്തിന് വായിക്കുന്നത്, അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി. പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഒരാളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ പ്രോത്സാഹനം നല്ല നിലയിൽ പ്രവർത്തിക്കും. ഒരു സ്ഥലം സഭയിൽ അങ്ങനെ ഒരാൾ വേണം. എന്തിനു വേണ്ടി? നെഹമ്യാവിനെ പോലെ മുന്നോട്ട് വരാൻ ഒരാൾ വേണം. ഒരു കുടുംബത്തിൽ നെഹമ്യാവിനെ പോലെ ഒരാൾ വേണം. വരിക, നമുക്ക് പ്രാർത്ഥിക്കാം. വരിക, നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം വായിക്കാം. ഒരു സഭയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ വരിക, നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താം. നെഹമ്യാവിനെ സ്ഥലം സഭയിൽ ദൈവത്തിന് വേണം. ഈ സ്ഥലം സഭയിൽ നെഹമ്യാവായിട്ട് ഒരാളുടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നല്ല, ഒന്നിലധികം നെഹമ്യാവിനെയും ദൈവത്തിന് താല്പര്യമാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട എന്താണ്? പ്രോത്സാഹനം വളരെ ഫലകരമായിട്ട് വരും. നമ്മൾ വായിച്ചെന്താ? അവരന്യോന്യം ധൈര്യപ്പെടുത്തി. അവർ തന്നെ പറയുകയാണ് വരുവിൻ. അവർ തന്നെ പറയുന്നത് എന്താണ്? നാം എഴുന്നേറ്റ് പണിയുക. അവർ തന്നെ പറയുകയാണ്, അപ്പോൾ നമുക്ക് പണിയാം. എന്താ അതിൻ്റെ കാരണം? നെഹമ്യാവ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടുകൂടെ വന്ന് ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. ദൈവത്തിൻ്റെ കൈ അവർക്ക് അനുകൂലമാണെന്ന് പറഞ്ഞു. അവരെ പ്രോത്സാഹിപ്പിച്ചു, എഴുന്നേൽപ്പിച്ചു. ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തർ എഴുന്നേറ്റു. അവർ അന്യോന്യം പറഞ്ഞു, ഇനി നമുക്ക് നിന്നാപാത്രമായിട്ട് ഇരിക്കണ്ട, നമുക്ക് പണിയാം, നമുക്ക് എഴുന്നേറ്റ് പണിയാമെന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചു. ഒടുവിലായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നെഹമ്യാവ് പ്രോത്സാഹിപ്പിക്കാതെ ഇരുന്ന ആളുകൾ.
ന്യായമായിട്ടും 3 ആളുകളെ താൻ പ്രോത്സാഹിപ്പിച്ചില്ല. ആരൊക്കെയാ? നമ്മൾ മുമ്പേ കണ്ട സൻബല്ലത്തിനെയും തോബിയാവിനെയും ഗേശമിനെയും നെഹെമ്യാവ് എന്ത് ചെയ്തില്ല? പ്രോത്സാഹിപ്പിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒടുവിൽ വായിക്കുന്നത്, നിങ്ങൾക്ക് എന്തില്ല? നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു പങ്കുമില്ല. അകറ്റി നിർത്തേണ്ടുന്ന ശത്രുക്കളെ അകറ്റി തന്നെ നിർത്തണം. അകറ്റേണ്ടുന്ന ആളുകളെ അകറ്റി നിർത്തണം. അകറ്റുന്ന ചിന്തകളെ മാറ്റി നിർത്തണം. ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നാം അവസരങ്ങൾ കൊടുത്താൽ നമ്മുടെ ആത്മീയ ജീവിതം തകരും. ആത്മീയ ജീവിതം തകർന്ന് നിന്നാപാത്രമായിട്ട് തീരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു ദൈവവേദന എന്ത് ചെയ്യണം? അകറ്റേണ്ടുന്ന ആളുകളെ അകറ്റി നിർത്തണം. ശത്രുവിനെ കണ്ടാൽ അത് ശത്രുവാണെന്നറിയാനായിട്ട് കഴിയണം. എസ്രായിക്ക് സാധിച്ചു, നെഹെമ്യാവിനും സാധിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ജനം എഴുന്നേറ്റ് പണിയുവാനായിട്ട് ദൈവം നാളെ അടുത്ത പ്രാവശ്യം നമ്മൾ ചിന്തിക്കുന്ന 3-ാം അധ്യായമാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പ്രോത്സാഹനം ഫലിച്ചു. അവർ പണി ആരംഭിക്കുകയാണ്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പണിത് അവരതിലേക്ക് ആ പണി തീർക്കുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അതിന് കാരണം എന്താ? ഒരാൾ ദൈവസന്നിധിയിൽ ഭാരത്തോടുകൂടെ വന്ന് കാര്യങ്ങളെല്ലാം കണ്ട് കേട്ടറിഞ്ഞ് അതിനനുസരിച്ച് ജനത്തെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഫലമുണ്ടായത്. നെഹെമ്യാവിന് ആ കാഴ്ചപ്പാടുണ്ടായി. തൻ്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ച്, തൻ്റെ മഹത്വം ഉപേക്ഷിച്ച് ആ ഭാരം ദൈവസന്നിധിയിൽ അറിയിച്ചത് കൊണ്ട് ദൈവം എഴുന്നേൽപ്പിച്ചു, അവസരങ്ങൾ നൽകി. ഇവിടെ വന്ന് ആളുകളെ കണ്ടു, കാര്യങ്ങൾ കണ്ടു, എല്ലാം ചെയ്തു. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, അപകടം എല്ലാ സ്ഥലത്തും ഒളിഞ്ഞിരിപ്പുണ്ട്. ശത്രുവായവൻ നമ്മളെ വിട്ട് പോകുകയില്ല. അവൻ എവിടെയെങ്കിലും പേറി പിടിക്കുവാനായിട്ട് നടക്കും എന്നുള്ളതും നാം മനസ്സിലാക്കണം. എന്നാൽ അവിടെയും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയതുകൊണ്ട് ദൈവം കാര്യം സാധിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഇങ്ങനൊരവസരം തന്ന സഭയോട് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.